മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപനെ ആണെങ്കിൽ വാമദേവൻ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയതിന് ശേഷം ഈ പ്രതാപൻ വന്നിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയും. വാമദേവൻ വിശ്വനാഥനെ കൊല്ലണതിന് മുമ്പായിട്ട് 3 പേരെയും കൂടി കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പ്രതാപ ഈ പറയണതൊക്കെ നേരാണോ എന്ന് ചോദിക്കുമ്പം അത് മാത്രമല്ല അമ്മ എൻ്റെ അമ്മായിമ്മേനെ കൊന്നില്ലേ, അതുകൂടാതെ അമ്മ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ, വിശ്വനാഥൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മയ്ക്കാണ് ഈ പേടിയായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ വേറെ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്ന് വിശ്വനാഥൻ പറഞ്ഞോടാന്ന് ചോദിക്കുമ്പം ഇപ്പം സൂചിപ്പിച്ചേ ഉള്ളൂ, പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞാൽ അവൻ എല്ലാ സത്യങ്ങളും എന്നോട് വള്ളി പുള്ളി വിടാതെ പറയും, അത് ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കും, അപ്പോൾ നിന്നെ ആ വാമദേവൻ കൊല്ലൂന്നാടാ പറഞ്ഞേക്കണേന്ന് പറയുമ്പം അവൻ എന്നെ കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ അവൻ കൊല്ലാൻ വരുമ്പോൾ ഞാൻ അവൻ്റെ കഥ കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും അനന്തുവിനെയും സാഹറിനെയൊക്കെയാണ്. കണ്ണനാണെങ്കിൽ അനന്തുവിനോടും സാഗറിനോടും പറയുന്നുണ്ട്, അയാൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്, അയാൾ പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് കേൾക്കണമായിരുന്നു, എന്തായാലും അയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് മോശമായി പോയി എന്ന് പറയുമ്പം അനന്തുവും സാഗറും പറയുന്നുണ്ട്, അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാണ്ട് അയാളിങ്ങനെ ഓരോന്ന് പറയണതാ, അല്ലെങ്കിൽ തന്നെ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും അയാൾ എത്ര പ്രാവശ്യം കൊല്ലാൻ നോക്കിയതാ, അയാളുടെ വർത്താനമൊന്നും കണ്ണൻ സാറ് കേൾക്കേണ്ട കാര്യമില്ലാന്ന്. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ അച്ഛനായിരിക്കുമോ ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണേന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അതിലൊരു സംശയമില്ലാടാ, അയാളുടെ ശരീരത്തിൽ നിൻ്റെ അച്ഛൻ കയറിയിട്ടുണ്ട്, അതുമാത്രമല്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം നിങ്ങൾക്ക് ആപത്ത് സംഭവിച്ചപ്പോഴൊക്കെ നിങ്ങളെ രക്ഷിച്ചത് നിൻ്റെ അച്ഛൻ തന്നെയായിരിക്കും, അതുമാത്രമല്ല ഇപ്പം കരുണയുടെ പെരുമാറ്റത്തിലും വലിയ മാറ്റമുണ്ട്, കരുണ അച്ഛൻ്റെ സംസാരം കേട്ട് ആകെ വിഷമിച്ചാൽ നിന്നത്, അല്ലെങ്കിൽ പിന്നെ അവൾ ഇന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കൂലായിരുന്നു, ഇന്നിപ്പോൾ ചടങ്ങിൽ കുഴപ്പമില്ലാതെ തന്നെ കരുണ പങ്കെടുത്തില്ലേ. ആ സമയത്ത് കണ്ണൻ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ ആ ഫംഗ്ഷൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോയി അയാളുടെ വരവോടുകൂടി, അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസമായിട്ട് മഹി ആകെ ടെൻഷനില്ല, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പം ഈ സാഹറും അനന്തും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അനന്തുവും ലേഖയും അവളെ ഉപദേശിച്ചിട്ടും അവളുടെ വിഷമമൊന്നും മാറിയില്ല എന്ന് പറയുമ്പം അനന്തു കണ്ണനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, മഹിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞാൽ മതിയോ, ഇന്ന് ഒരുക്കി കൊണ്ടുവന്ന് നിർത്തിയപ്പം പുതുമണവാട്ടി പോലെ ഇരുന്ന് എന്നിട്ടും മഹിയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം സാറ് പറയുന്നുണ്ട്, അതൊക്കെ സാറിൻ്റെ സംശയങ്ങളാന്ന് പറയുമ്പം അത് മാത്രമല്ല മഹിയുടെ അമ്മയുടെ മുഖത്തും എന്തൊക്കെയോ സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കണ്ണൻ സാറിന് ഇപ്പോൾ എല്ലാം സംശയമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നണേ, അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, പ്രതാപനെ കൊണ്ടുവന്ന് വിടാൻ പോയാൽ എൻ്റെ അമ്മാവനെ ഇങ്ങോട്ട് കാണില്ലല്ലോ എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, അയാൾ വരുമോ വരാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ, നീ അതൊന്നും ആലോചിക്കണ്ട. പിന്നെ ആ പ്രതാപൻ്റെ വായിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് കയ്യും കെട്ടിയല്ലേ കൊണ്ടുപോയത്, ഇനി വണ്ടിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും അയാളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടാവും, നിൻ്റെ അമ്മാവനെയും കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയില്ലേ, അതുമാത്രമല്ല മഹാലക്ഷ്മിയെ നിനക്ക് ഭാര്യയായി കിട്ടിയതും അയാൾ കാരണം, അതുകൊണ്ട് നീ അമ്മാവനോട് ദേഷ്യമൊന്നും വിചാരിക്കണ്ട എന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ച് നിന്ന സമയത്ത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഒരു ട്രേ നിറച്ച് പായസമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കണ്ണേട്ടാ നിങ്ങളെല്ലാവരും പായസം കുടിച്ചതെന്നും പറഞ്ഞ് എല്ലാവർക്കും പായസം കൊടുക്കുന്ന സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്താ മഞ്ജു നീ ഊണിൻ്റെ സമയത്ത് പായസം തരാതിരുന്നേ, അതെന്താ ഈ സമയത്ത് തന്നാൽ നിങ്ങൾ കുടിക്കൂലേ, ഇനിയിപ്പോൾ അനന്തോട്ടിന് ഷുഗർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല, എപ്പോൾ തന്നാലും ഞാൻ കുടിക്കുമെന്ന് പറയണം. അന്നേരം മഞ്ജു കണ്ണൻ്റെ നേരം നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട്, കുറച്ച് നേരം മുമ്പ് ഒരു ഭ്രാന്തം വന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ, അതിൻ്റെ ടെൻഷനിലിരിക്കണേ കണ്ണൻ സാറെന്ന് പറയുമ്പോൾ അയാൾ എന്തെങ്കിലും പറയട്ടെ, അതൊന്നും കണ്ണേട്ടൻ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ അയാൾ നമ്മളുടെ അച്ഛനെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാമെന്നാണ് കേട്ടെ, എന്തായാലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട, കണ്ണേട്ടനെ അത് വിട്ട് കളഞ്ഞായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ദുർഗേനെയും കരുണേനെയാണ്. ദുർഗയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, ഇന്നിവിടെ എന്തൊക്കെയാണ് മോളെ നടന്നത്, അതിൻ്റെ ഇടയ്ക്ക് മോളുടെ അച്ഛനും കൂടി കയറി വന്നു, മോളുടെ അച്ഛനും കൂടി വന്നപ്പോൾ എല്ലാവരും ചേർന്ന് മോളുടെ അച്ഛൻ്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു, അതെന്തിനാ മോളെ, എനിക്കതാ മനസ്സിലാവാത്തതെന്ന് പറയുമ്പം ഈ കരുണയ്ക്കാണെങ്കിൽ മറുപടി ഒന്നും പറയാൻ പറ്റണില്ല. ഇത് കേട്ടുകൊണ്ട് വരുന്ന നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാവാത്ത. ആ സമയത്ത് കരുണ ഉണ്ണിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അതെന്താ മനസ്സിലാവാത്ത, അതിൻ്റെ കാരണമൊക്കെ അനന്തോട്ടനും അമ്മാവനും പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം അല്ല അയാൾ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ചാണല്ലോ എന്തോ പറയാൻ വന്നേ. ആ സമയത്ത് കരുണയാണെങ്കിൽ നിന്ന് പതിരുങ്ങുന്നുണ്ട്. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും എനിക്ക് മനസ്സിലാവാത്തത് ഈ വിശ്വട്ടൻ എന്തിനാ മോളുടെ അച്ഛനെ ശല്യം ചെയ്യണത്, വിശ്വട്ടനും മോളുടെ അച്ഛനും തമ്മിൽ യാതൊരു പരിചയമില്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം, മോളുടെ അച്ഛൻ്റെ ശരീരത്തിൽ എന്തിനാ വിശ്വട്ടൻ കയറിയേക്കണേന്ന് ചോദിക്കുമ്പം ഈ കരുണയാണെങ്കിൽ ഉത്തരവൊന്നും പറയാൻ പറ്റാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മാത്രമല്ല വേറെ പലരും അച്ഛൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, എന്നാലും വിശ്വട്ടൻ എന്തിനാ മോളുടെ അച്ഛനെ താറടിക്കുന്നതെന്ന് ചോദിക്കുമ്പം താറടിക്കുന്നതല്ല,
എൻ്റെ അച്ഛൻ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കുറിച്ച് പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും അച്ഛനെ തല്ലിപ്പോകും. ആ സമയത്ത് ദുർഗയും ഉണ്ണി ഇങ്ങനെ സംശയത്തോട് നോക്കുമ്പം കരുണ പറയുന്നുണ്ട്, ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഇതുപോലെ ആരും സംസാരിക്കണേ കേട്ടിട്ടില്ല, ആ രീതിയിൽ അച്ഛൻ സംസാരിക്കണേന്ന് പറയുമ്പം ഈ ഉണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിലും അയാളുടെ സ്വഭാവം ശരിയല്ലല്ലോ, ഇനിയിപ്പോൾ അയാളെ ഏതെങ്കിലും ആസ്പത്രി കൊണ്ടാക്കാൻ പറഞ്ഞാൽ അതും നിങ്ങൾ കേൾക്കണില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തായാലും ഇനി ആ വഴിയൊക്കെ നോക്കണം, റോട്ടിൽ കൂടെ പോകുന്നവരെയൊക്കെ വിളിച്ച് അച്ഛൻ വേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അത് അയാളുടെ കർണക്കുറ്റി നോക്കി ആരെങ്കിലും 2 കൊടുക്കുമ്പോൾ ശരിയാവും, അയാൾക്ക് 2 കിട്ടാത്തതിൻ്റെ കുറവാന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇതെല്ലാം അവളുടെ ദുർമന്ത്രവാദത്തിൻ്റെ ശക്തി, ആ മഹാലക്ഷ്മിയുടെ. അവളെ നമ്മൾ ദ്രോഹിച്ചതിന് പകരം വീട്ടാനായിട്ട് അവൾ എന്തോ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കർണമോളുടെ അച്ഛൻ്റെ സമനില തെറ്റിയതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും സമനില തെറ്റാൻ സാധ്യതയുണ്ടെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ, അവരെങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അവർ പോയിട്ട് വേണം എനിക്കൊന്ന് താഴേക്ക് ഇറങ്ങാമെന്ന്. ഈ സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ ഒന്നും തന്നെ പറയണില്ല, കരുണയ്ക്ക് ആകെ പേടിയായിട്ട് തന്നെയാണ് കരുണയിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ അനന്തുവിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, ആ പ്രതാപനെ കൊണ്ടു വിടാൻ പോയ ആൾ വന്നില്ലല്ലോ എന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ചിലപ്പോൾ അയാളുടെ വീട്ടിലേക്ക് പോയി കാണുമായിരിക്കും, ഇനിയിപ്പോൾ സദ്യ കഴിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, എന്തായാലും മഹിയുടെ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത്, അതുകൊണ്ട് നീ എൻ്റെ വീട്ടിലേക്ക് പോരെ, നമുക്കിന്ന് അവിടെ നിൽക്കാമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും അവർ വരട്ടെ. ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിനെയും കയ്യെ പിടിച്ചുകൊണ്ട് മോഹിനി സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ ഉടുത്തിരുന്ന സാരിയൊക്കെ മാറ്റിയിട്ട് വേറെ സാരി കൊടുത്താണ് വന്നത്. മഹാലക്ഷ്മിയുടെ വരവ് കാണുമ്പം അനന്തുവിനും സാഗറിനും കണ്ണനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അനന്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ കൂടെ മോള് പോകുന്നത്, ഇനി അവിടെ ചെന്ന് കഴിയുമ്പം ഒരു ദിവസം അവിടെ നിൽക്കാനൊന്നും തോന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അങ്ങനെ നിർത്തില്ല എന്ന് അമ്മ പറഞ്ഞതെന്ന് പറയണം. അന്നേരം അല്ല, അത് പറയാൻ പറ്റില്ല, അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് തോന്നിയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട്, നിൽക്കാൻ തോന്നിയാലും ഇപ്പോൾ അവിടെ നിർത്താൻ പറ്റിയ സാഹചര്യം അല്ലല്ലോ മോനെ, ഒരാളുടെ തലയ്ക്ക് യാതൊരു വെളിവും ഇല്ലാതെ നടക്കാല്ലേ, അയാളെ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, നാട്ടു നടപ്പനുസരിച്ചുള്ള ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഏടത്തി എത്രയും പെട്ടെന്ന് അനന്തോട്ടൻ്റെ വീട്ടിലേക്ക് എത്തണം, എടുത്തി അവിടെ നിന്നാലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ, എന്നാൽ നിങ്ങൾ ഇറങ്ങിക്കുമോ എന്ന് പറയുമ്പം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ പോട്ടെ കണ്ണേട്ടാന്ന് പറയുമ്പം നമുക്ക് പോകാമെന്ന് പറയണം. അത് കേട്ടത് മഹാലക്ഷ്മി മോഹിനി എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നോക്കുമ്പം ഇന്ന് നാട്ടു നടപ്പൊക്കെ ഒന്ന് തെറ്റിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കണേ, എന്തായാലും നിങ്ങൾ പോകുമ്പം കൂടെ ഞാനും വരുന്നുണ്ടെന്ന്. അത് കേട്ടതും മഞ്ജു ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. മഞ്ജുവിനാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് തന്നെ മഞ്ജു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, അത് ശരിയാവില്ല കണ്ണേട്ട, 7 മാസത്തെ ചടങ്ങിന് പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഭർത്താക്കന്മാർ പോണ ചടങ്ങില്ല എന്ന് പറയുമ്പം അതെന്താ, ഞാൻ പോയിന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പം ആർക്കും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണൻ മഹാലക്ഷ്മിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പം അതല്ല മോനെ, അങ്ങനെ സാധാരണ ആരും വരാറില്ല, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം അല്ല, ഇനിയിപ്പോൾ ഞാൻ വന്നു എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയണു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതല്ല കണ്ണേട്ട, ഈ ചടങ്ങിന് ആരും ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ പോകാറില്ല, അതാ ഞങ്ങൾ പറഞ്ഞ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അവിടെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, മഹിയെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിട്ട് അയാൾ എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതാ ഞാനും കൂടി വരാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, എന്നാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട കണ്ണ, ഞങ്ങളും കൂടി വരാം, ഞാനും സാഗറും വരാം, ലേഖനെയും കൊണ്ടുപോകാമെന്ന് പറയുമ്പം എന്നാൽ നിങ്ങളെല്ലാവരും പോരെ, അപ്പോൾ കൂടെ എനിക്കും വരാലോ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം പിന്നെ മഹാലക്ഷ്മിക്കും മോഹിനിക്കും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. എന്താ ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്തൊരു വിഷമം, ഞാൻ വരണേന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നാൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ് കണ്ണൻ വീൽചെയർ വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് അനന്തും ലേഖയും മഹാലക്ഷ്മി മോഹിനി സാഗറും എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ട് തന്നെ മഞ്ജുവിനൊന്നും മനസ്സിലാവണമില്ല. എന്നിട്ട് കണ്ണൻ തിരിഞ്ഞു നോക്കുമ്പം ആരും വരുന്നില്ല എന്ന് കണ്ടിട്ട് എന്താ എല്ലാവർക്കും ഒരു വിഷമം പോലെ. ഇത് കാണുമ്പോഴേ എനിക്ക് സംശയം, എന്തായാലും നിങ്ങൾ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല കണ്ണേട്ടാ, നമുക്ക് പോകാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിയൊക്കെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ അവരുടെ കൂടെ പോണേന് എന്താ പ്രശ്നം ലേഖേച്ചി, ഇനിയിപ്പോൾ അച്ഛനെക്കുറിച്ച് അയാൾ മോശം പറഞ്ഞതുകൊണ്ട് കണ്ണേട്ടൻ ഇനി അവിടെ ചെല്ലുമ്പോൾ അയാളെ തല്ലുമോ എന്നുള്ള പേടി കൊണ്ടാണോ, അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണേട്ടനെ അത് സഹിക്കാൻ പറ്റില്ല. അന്നേരം അതൊന്നും അല്ല, വാ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ലേഹയും മഞ്ജുവൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് നമ്മളുടെ വാമദേവനാണെങ്കിൽ പ്രതാപനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു വരുന്നത്. വാമദേവനെ കണ്ടതും കണ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അയാളെ കൊണ്ട് ഭയങ്കര പ്രശ്നം, ടേപ്പ് അഴിച്ച് മാറ്റിയില്ലെന്ന് ചോദിക്കുമ്പോൾ ടേപ്പ് അഴിച്ച് മാറ്റി. അപ്പോൾ പിന്നെ തുടങ്ങി പാട്ട്, അത് സാധാരണ പാട്ടൊന്നുമല്ല, ആർക്കും കേൾക്കാൻ കൊള്ളില്ലാത്ത പാട്ടാണ്. അന്നേരം
കണ്ണ എന്നാ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിതെവിടെ പോകാമെന്ന് ചോദിക്കുമ്പം ഞാൻ ഇയാളുടെ കൂടെ അങ്ങോട്ട് പോകുകയെന്ന്. അത് കേട്ടതാണെങ്കിൽ വാമദേവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ കണ്ണ അങ്ങനെ ഒരു പതിവില്ലല്ലോടാന്ന് പറയുമ്പം ഇന്ന് ഈ പതിവ് തെറ്റിയാലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. അയാൾ എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്കിന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പം അനന്ത് ചോദിക്കുന്നുണ്ട്, എന്നാലും നിനക്ക് അങ്ങോട്ട് പോകണോ കണ്ണാന്ന് ചോദിക്കുമ്പം എനിക്ക് പോകണം, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അവിടെ ചെന്നിട്ട് ഇയാളെയും കൂട്ടിക്കൊണ്ട് നിൻ്റെ വീട്ടിലോട്ട് വന്നേക്കാമെന്ന്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി എല്ലാവരും കാറിൽ കയറി കഴിഞ്ഞതും ഈ വാമദേവനാണെങ്കിൽ ഇനി എന്ത് ചെയ്യും ഭഗവാനെ, കണ്ണനിപ്പോൾ അങ്ങോട്ട് ചെന്ന് ആകെ പ്രശ്നമാവുമല്ലോ, എന്തായാലും പ്രതാപൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോണെടുത്ത് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഫോണെടുത്ത് പ്രതാപൻ്റെ അമ്മയെ വിളിച്ചതും പ്രതാപൻ്റെ അമ്മ ഫോണെടുത്തിട്ട് എന്താടാ വാമാന്ന് ചോദിക്കുമ്പം അതേ അമ്മ ഒരു പ്രശ്നമുണ്ട്, ഇവിടുന്ന് കണ്ണനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് അവനും ഇങ്ങോട്ട് വരണേന്ന് ചോദിക്കുമ്പം ഇന്ന് പ്രതാപൻ ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ സത്യാവസ്ഥ അവനൊക്കെ അറിയണമെന്നും പറഞ്ഞ് അവൻ മഹാലക്ഷ്മിയുടെ കൂടെ അങ്ങനെ വന്നിട്ടുണ്ട്. അവൻ ഒരിക്കലും പ്രതാപനെ കാണരുത്, അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ ചെയ്യണമെന്ന്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ ഭഗവാനെ ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് എണ്ണിപ്പെറുക്കിക്കൊണ്ട് പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പ്രതാപൻ്റെ അടുത്ത് ചെന്നത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ ആ കണ്ണനും മഹാലക്ഷ്മിക്കും ഒപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം പ്രതാപനക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ കൈയൊട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കണ്ണൻ വരട്ടെ, കണ്ണൻ വന്നിട്ട് വേണം എനിക്ക് കണ്ണനോട് കുറേ സത്യങ്ങൾ പറയാൻ. ഇന്ന് ഞാൻ അവനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ തിരിച്ചും കൂടി പറഞ്ഞു വിട്ടു. അതുകൊണ്ട് കണ്ണൻ വന്നു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും എനിക്ക് അവനോട് പറയണം, എന്നാലേ എനിക്കിനി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ നിൽക്കുമ്പം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.